ചെമ്പകക്കാട്ടിൽ താമസിക്കുന്ന രണ്ടു കൂട്ടുകാരായിരുന്നു അക്കുമുയലും പിക്കുമുയലും. അവർ പതിവുപോലെ ഒരു ദിവസം തീറ്റ തേടിയിറങ്ങി. നടന്ന് കുറച്ചകലെ വരെയെത്തിയപ്പോൾ ഒരു കാരറ്റ് തോട്ടം കണ്ടു. എടാ അക്കു, എനിക്ക് വല്ലാത്ത ക്ഷീണം, നമുക്കിവിടെ കുറച്ചുനേരം വിശ്രമിക്കാം. ഏതായാലും കാരറ്റ് തോട്ടം കാണുന്ന ദൂരത്തുണ്ടല്ലോ, നമുക്ക് വിശപ്പടങ്ങിയിട്ട് വിശ്രമിക്കാം. അക്കുമുയലും പിക്കുമുയലും അവിടെ പുൽമേട്ടിൽ വിശ്രമിക്കവേ പിക്കുമുയൽ സുഖമായി ഉറങ്ങി. എന്നാൽ അക്കു ഉറങ്ങിയില്ല. അടുത്ത പൊന്തക്കാട്ടിൽ നിന്നും ഒരു കുറുക്കൻ പമ്മി വരുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവൻ തിരിഞ്ഞെന്ന് നോക്കവേ ആ കുറുക്കൻ പിക്കുമുയലിന്റെ കാലിനു കടിച്ചു പിടിച്ചു. അയ്യോ അക്കു, ഒരു ദുഷ്ടൻ കുറുക്കൻ എന്റെ കാലിൽ കടിച്ചേ. പിക്കു ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന് കരയാൻ തുടങ്ങി. എന്റെ ശ്രദ്ധ തെറ്റിയപ്പോഴേക്കും അമ്പട കേമ, നീ എവിടെയെത്തിയോ? ഇപ്പോ ശരിയാക്കിത്തരാം. അക്കു ജംബു കുറുക്കന്റെ വാലിൽ കടിച്ചു. എന്നിട്ടും ജംബു പിക്കുവിന്റെ കാലിൽ നിന്നും കടിവിട്ടില്ല. അതു കണ്ട് അക്കുമുയൽ പറഞ്ഞു, എടാ പിക്കു, നിന്നെ മുഴുവനായി തിന്നാനാ ഇവന്റെ പ്ലാൻ. അയ്യോ, നീ എങ്ങനെ പറയല്ലേ, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്ക്. അതു കേട്ട് ജംബുക്കുറുക്കൻ ഉറക്കെ ചിരിച്ചു. നീ ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല. അപ്പോഴേക്കും അക്കുവും പിക്കുവും ഓയിട്ടി രക്ഷപ്പെട്ടു. എടാ അക്കു, നിന്റെ സൂത്രം കൊള്ളാം. നീയവനെ ചിരിപ്പിച്ചതുകൊണ്ടാ എന്റെ കാലിൽ നിന്നും വിട്ടത്. മണ്ടൻ കുറുക്കൻ തനിക്കു പറ്റിയ അക്കിടിയോർ തല കുനിച്ചു നിന്നു.